ധന്യ ടെക്സ്റ്റൈൽസിന്റെ പുതിയ ഷോറൂം മെയ് 10 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഏവർക്കും സ്വാഗതം. പൊന്നാനി ഫാത്തിമയുടെ കൊലപാതകത്തിലെ പ്രതി മുഹമ്മദിനെ പോലീസ് പിടികൂടുന്നത് ആത്മഹത്യ ചെയ്യാൻ പരപ്പനങ്ങാടി റെയിൽവേ ട്രാക്കിൽ നിൽക്കുന്നതിനിടെയാണ്. ഈ സമയം പ്രതിയെ അന്വയിപ്പിക്കാൻ ശ്രമിക്കുന്ന തിരൂർ ഡിവൈഎസ്പിയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. താനും മരിക്കുകയാണെന്ന് കരഞ്ഞു പറയുകയാണ് പ്രതിയായ മുഹമ്മദ്. ഹലോ ഹലോ മുഹമ്മദേ, ഡിവൈഎസ്പി ആണ്. നീ എവിടെ? ഞാൻ അവിടെ ഉണ്ട് സാറേ. ഞാൻ മരിക്കാൻ പോവാണ് സാറേ. നീ അബദ്ധമൊന്നും കാണിക്കല്ലോ. ജീവിതം നമുക്ക് ഒന്നുള്ളൂ. ആ കുട്ടിയോട് അല്പം നിനക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നീ എന്താ ചെയ്യേണ്ടത്? ഡിവൈഎസ്പി ഓഫീസിൽ വാ. അതല്ലെങ്കിൽ എല്ലാരും എന്താ പറയാറിയോ? അതല്ലെങ്കിൽ എല്ലാരും എന്ത് പറയുന്നറിയോ? നീ നിന്റെ കുട്ടിനോട് പോലും നീ ഈ കുട്ടീനെ ഈ ലോകത്തേക്ക് ജനിപ്പിച്ചു വിട്ടില്ലേ? അപ്പൊ അതിനെ പോറ്റാനുള്ള അവകാശം നിനക്കുണ്ട്. ഹലോ സാർ. ഡിവൈഎസ്പി കിട്ടിയോ? സക്സസ്. മതി മതി. അമ്മ പ്രശ്നം ഈ ആണാണെങ്കിൽ അന്തസ്സുള്ളവനാണെങ്കിൽ നിനക്ക് അതിന് കഴിയൂല. നിനക്കൊരല്പം അന്തസ്സും ഒരു ആണാണ് നീയെങ്കില് നീ കുട്ടിയുടെ മുഖം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ നിനക്ക് നീ വേറെ ജീവിച്ചിരിക്കും. നീ ആ കുട്ടിനെ നല്ല രീതിയിൽ വളർത്തും. അങ്ങനെ അന്തസ്സുള്ളവർ ചെയ്യേണ്ടത്. താനും മരിക്കുകയാണെന്ന് വീട്ടിൽ വിളിച്ചു പറഞ്ഞ ശേഷമാണ് പ്രതിയായ മുഹമ്മദ് പരപ്പനങ്ങാടി റെയിൽവേ ട്രാക്ക് ലക്ഷ്യമാക്കിയിറങ്ങിയത്. ഈ സമയം റെയിൽവേ ട്രാക്കിന് നടുവിൽ നിന്ന് മുഹമ്മദിന്റെ ഫോണിലേക്ക് തിരൂർ ഡിവൈഎസ്പി അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളോടെ സംസാരിച്ചു. തൊട്ടുപുറകെ പരപ്പനങ്ങാടി പോലീസ് മുഹമ്മദിനെ ലക്ഷ്യമാക്കി ട്രാക്കിനടുത്തെത്തുകയും പിടികൂടുകയുമായിരുന്നു. കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു മുഹമ്മദ്. മുൻകൂട്ടി കൊല്ലാനുദ്ദേശിച്ച് ചെയ്തതല്ലെന്നും തർക്കമൂത്തപ്പോൾ ചെയ്തു പോയതാണെന്നും മുഹമ്മദ് പറഞ്ഞു. ബുധനാഴ്ച രാവിലെയാണ് പൊന്നാനി ഹാർബർ പരിസരത്തെ കടപ്പുറത്ത് ഫാത്തിമയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകമാണെന്നും ഭർത്താവായ പ്രതി മുഹമ്മദാണെന്നുമുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയെ പിടികൂടാൻ സഹായിച്ചത്.